ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. ഇതിന് വലിയ പണിയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് കഴിയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ എങ്ങനെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ് കൈൻമാസ്റ്ററിലും ഇതേപോലെ വീഡിയോ ചെയ്യുന്നതൊന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് തന്ന് അതേപോലെ ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് 16:9 ആണ് ഞാൻ റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് സെറ്റ് ചെയ്യുക. ഞാൻ ബ്ലാക്ക് സെറ്റ് ചെയ്യുന്നു. ഞാനിതിൻ്റെ ലെങ്ത്ത് ഒരു 30 above സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ സ്ക്രീനിൻ്റെ ലെങ്ത്ത് 30 above ഉണ്ട്. അതുകൊണ്ടാണ് അത് അത്ര എടുത്തത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യണം. ആ ഒരു ഗ്രീൻ സ്ക്രീന് വേണ്ടവർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി. ആ ഗ്രീൻ സ്ക്രീനിൻ്റെ കൂടെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിപ്പ് ഫയലാണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഞാൻ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. പാസ്വേഡ് ഓരോന്നായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടി വരും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആ ഒരു ഗ്രീൻ സ്ക്രീന് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് എവിടെയാണോ ആ ഒരു ഗ്രീൻ സ്ക്രീൻ ഉള്ളത് അതൊന്ന് ആഡ് ചെയ്തെടുക്കാം. ഇനി ഞാനതൊന്ന് ഫുൾ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഓപ്ഷനിൽ മിഡിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് സ്ക്രീനിൽ മുഴുവനായിട്ട് വന്നിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 39 സെക്കൻഡ് വരെ ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ചിട്ട് ട്രിം ചെയ്ത് മാറ്റുക. അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മേലത്തെ ട്രിമ്മിൻ്റെ ഓപ്ഷനിൽ പോവുക, ട്രിം ടു റൈറ്റ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഗ്രീൻ സ്ക്രീനിൻ്റെ ക്രോമാക്കി ഒന്ന് എനേബിൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലീഫിലൊക്കെ ഗ്രീൻ കളർ തന്നെയാണ് ഉള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. കളറ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്കൊന്ന് എനേബിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോവുക, ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു കളറ് ചേഞ്ച് ആയിട്ട് എന്തായി വന്നിട്ടുണ്ടാവും, ബ്ലാക്ക് കളർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് എവിടെ കീ കളർ ഗ്രീൻ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലീഫിൻ്റെ കളറ് ചേഞ്ച് ആവുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി, വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രീന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്ന് ഈ ഒരു വീഡിയോ ട്രിം ചെയ്തതിന് ശേഷം ക്രോമാക്കി ബാക്കിയുള്ള പോർഷനിൽ നിന്ന് ക്രോമാക്കി നിങ്ങൾക്ക് എനേബിൾ ചെയ്യണ്ട, അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ ഗ്രീൻ സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ പോർഷൻ എടുത്തിട്ട് ഇതൊന്ന് എടുത്തു, ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ട്രിമ്മിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക, ടിക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ പോർഷൻ എവിടെയാണോ സ്റ്റോപ്പ് ആകുന്നത്, ഇവിടെയാണ് സ്റ്റോപ്പ് ആകുന്നത്, ഏകദേശം ഇവിടെയാണ് സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രിമ്മിൻ്റെ ഓപ്ഷനിൽ പോവുക, സ്പ്ലിറ്റ് കൊടുക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നമ്മളിപ്പം ട്രിം ചെയ്ത് കൊടുത്ത ആദ്യത്തെ പോർഷനും ലാസ്റ്റ് സെക്ഷനും എടുത്തിട്ട് ക്രോമാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്തത് കളയാം.
അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള ലീഫിനൊന്നും വലിയ ചേഞ്ച് വരാണ്ട് ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് ഈ ഒരു ഗ്രീനേക്കാട്ടും ക്രോമാക്കി എനേബിൾ ചെയ്യാത്തപ്പോൾ ഉള്ള ഗ്രീനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ. നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ആരുടെയാണോ വെഡ്ഡിങ് എന്നുള്ളതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെയർ ഓപ്ഷനിൽ പോവുക, ടെക്സ്റ്റിൽ പോവുക, എന്നിട്ട് ആരുടെയാണോ വെഡ്ഡിങ് അവരുടെ പേരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളറ് നമുക്കൊന്ന് ബ്രൗണ് സെലക്ട് ചെയ്യാം. കാരണം ബാക്കിയെല്ലാം ബ്രൗൺ ആയതുകൊണ്ട് നമുക്ക് അതന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടിക്ക് കൊടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്, നിങ്ങളുടെ ഇഷ്ടമാണ്. അതേപോലെ ഫോണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇതാണ്. ഞാനിവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ താഴെ ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതൊന്ന് എനേബിൾ ചെയ്ത് ഡിസ്റ്റൻസ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 6 ഒക്കെ സെറ്റ് ചെയ്യാം. ടിക്ക് കൊടുക്കാം. ടെക്സ്റ്റിന് ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ അവിടെ തന്നെ ഉണ്ടാവും ഇൻ ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ഫേഡ് കൊടുക്കുക, ഔട്ട് ആനിമേഷനും ഫേഡ് കൊടുക്കുക. ടിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ പോർഷന് അവിടെ ബ്ലാക്ക് കളർ വരുന്നുണ്ടാവും. നമ്മൾ ഗ്രീന് കളഞ്ഞപ്പോൾ അവിടെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇമേജ് ആഡ് ചെയ്യണം. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള പിക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ എവിടെയാണോ ഇമേജ് ഇരിക്കുന്നത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് വെച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് സെൻഡ് ടു ബാക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ സെൻഡ് ടു ബാക്ക് ഓപ്ഷൻ കൊടുക്കുക. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിക്കിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ കാണേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ബ്ലാക്ക് സെക്ഷൻ ഒഴിവാകുന്നത് വരെ പിക്കിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇവരുടെ പേര് ഒന്നും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലെയർ ഓപ്ഷനിൽ പോവുക, ടെക്സ്റ്റിൽ പോവുക, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്യുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്താലും മതി. അവരുടെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനും അതേപോലെ ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷന് ഫീഡ് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബ്രൈഡിൻ്റെ പേര് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പിക്കും ആഡ് ചെയ്യണം. ബ്രൈഡിൻ്റെ പിക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ലെയർ ഓപ്ഷനിൽ പോവാം, മീഡിയയിൽ പോവാം, പിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഇനി നെയിമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് ഞാൻ ടൈം വേസ്റ്റ് ആകുന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കാണിക്കുന്നത് മാത്രം. എല്ലാത്തിനും ഇൻ ആനിമേഷൻ ഫീഡ്, ഔട്ട് ആനിമേഷൻ ഫീഡ്, രണ്ടും ഫീഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ ഗ്രൂമിൻ്റെ ഇമേജും ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രൂമിൻ്റെ പേരും കൂടി ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അതൊരു ഇമേജ് ആക്കിയിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്, വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. വേഗം ആഡ് ചെയ്യുന്നുണ്ട്. ലെയർ ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടൈമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ടൈമാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് താഴത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് എഡിറ്റ് ചെയ്യാം. താഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഇവിടെയുള്ള 27 മാർച്ച് 2022 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക, 11 AM കൊടുക്കുക. നമുക്ക് ടൈം ഒന്ന് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വീണ്ടും ഇന്ന ആനിമേഷൻ ഔട്ട് ആനിമേഷൻ അല്ലെങ്കിൽ ഷാഡോ എഫക്റ്റ് ഒന്നും അല്ലെങ്കിൽ കളർ ചൂസ് ചെയ്യേണ്ട, ഫോണ്ട് ചൂസ് ചെയ്യേണ്ട, അതൊക്കെ അത് ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇനി ജസ്റ്റ് ലാസ്റ്റ് സേവ് ദ ഡേറ്റ് എന്നുള്ള അവിടെയും കൂടി ഇത് ആവശ്യമുണ്ട്, ഡേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടത്തേക്ക് സേവ് ദ ഡേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ആ ഒരു ലെയർ ഉണ്ട്, ഡേറ്റ് ഉള്ളത്, ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടി എടുക്കണം. അതിനുവേണ്ടി അതൊന്ന് സെലക്ട് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് ആ ഒരു ലെയർ നമുക്ക് ജസ്റ്റ് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, എൻഡിലേക്ക് കൊണ്ടുവരാം. എൻഡിൽ നമുക്ക് എവിടെയാണോ വേണ്ടത്, സേവ് ദ ഡേറ്റ് വന്നതിന് ശേഷമാണ് വേണ്ടത്, അപ്പോൾ അതൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്താൽ മതി. ഇതൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട് ഡേറ്റ് എഴുതാനുള്ളത്, ആ ഒരു പൊസിഷനിലേക്ക് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെറുതെ കാണിച്ചു തരാം. ഈ ഒരു സെക്ഷനിൽ പോയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണ്ട് ഒന്ന് കൊടുത്താൽ മതി. ഞാൻ ഇത് സെലക്ട് ചെയ്തു, കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ സോങ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് സോങ്ങും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. ഇതിന് വലിയ പണിയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് കഴിയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീന് കാര്യങ്ങളൊക്കെ വേണ്ടവരെന്ത് ചെയ്താൽ മതി, ഈ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതേപോലെ അതിന് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് വേണ്ടവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ പാസ്വേഡ് കിട്ടുള്ളൂ. ഞാൻ വീഡിയോൻ്റെ ഓരോ സെക്ഷനിലായിട്ട് പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾക്കും സിമ്പിളായിട്ട് സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല, ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.